ഹലോ, ഹായ്, വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. നമ്മളിന്ന് പ്രീവിയസ് ഇയറിൽ UGC നെറ്റിൽ ചോദിച്ചിട്ടുള്ള DBMSന്റെ പാർട്ടിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോർമലി നമുക്കറിയാം, ഓരോ UGC നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും മിനിമം ഒരു 5 മുതൽ 7 വരെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സാധാരണ UGC നെറ്റ് എക്സാമിൽ DBMS ചോദിക്കാറുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം DBMSൽ പല സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർമലി കുറച്ചും കൂടി ഒരു ന്യൂമറിക്കൽ ടൈപ്പിലേക്ക് വരുന്ന, അല്ലെങ്കിൽ കുറച്ചൊരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്ന, പൊതുവെ നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യൻസും അതിന്റെ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്ന മെത്തേഡുകൾ എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ഇയർ ഡയഗ്രാം. ഇവിടെ ഒരു ഇയർ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇത് UGC നെറ്റ് ഡിസംബർ 2013 പേപ്പർ 3 55ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഡയഗ്രത്തില് നമുക്ക് M, N, P, R1, R2 എന്നൊക്കെ പറഞ്ഞ് കുറെ നൊട്ടേഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പം ഇതിനൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ എത്ര നമ്പർ ഓഫ് ടേബിൾ വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു ഡയഗ്രം കാണുമ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ടെർമിനോളജീസ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഓരോ സിംബൽസ്, അഥവാ ഈ ഡയഗ്രത്തിൽ യൂസ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് സിംബൽസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് അറിയണം അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് M എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി സെറ്റ് ഉണ്ട് അല്ലെ? ഇത് M എന്ന് പറയുന്ന എൻറ്റിറ്റി സെറ്റ് ആണ്. നമുക്ക് അതിന് 3 ആട്രിബ്യൂട്ട്സ് ഉണ്ട്, M1, M2, M3. അതേപോലെ തന്നെ ഇതൊരു സ്ട്രോങ് എൻറ്റിറ്റി സെറ്റ് ആണ് അല്ലെ? കാരണം സിംഗിൾ റെക്ടാംഗിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇവിടുത്തെ റിലേഷൻഷിപ്പ് നോക്കുക, കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ ഫുൾ പാർട്ടിസിപ്പേഷൻ ആണ് അല്ലെ? നമുക്ക് ഡബിൾ ലൈൻ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? അത് ഫുൾ പാർട്ടിസിപ്പേഷൻ ആണ്. ഓക്കെ, സോ ഇത് ഫുൾ പാർട്ടിസിപ്പേഷൻ ആയതുകൊണ്ടാണ് ഇത് ഡയമണ്ടും എന്തായത് ഈ ഡബിൾ ഡയമണ്ടും ആയിരുന്നത്. ഫുൾ പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ, അഥവാ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ നമ്മുടെ ഈ റിലേഷൻഷിപ്പ് എന്തായിരിക്കും? ഇതേപോലെ ഡബിൾ ഡയമണ്ടിലാണ് വരിക. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നോക്കുക, നമുക്ക് P എന്ന് പറയുന്ന മറ്റൊരു എൻറ്റിറ്റി സെറ്റ് ഉണ്ട്. അതും സ്ട്രോങ് എൻറ്റിറ്റി സെറ്റ് ആണ്, കാരണം സിംഗിൾ റെക്ടാംഗിൾ ആണ്. അതിൽ P1, P2 എന്ന് പറയുന്ന 2 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അഗെയിൻ നമുക്ക് N എന്ന് പറയുന്ന ഒരു വീക്ക് എൻറ്റിറ്റി സെറ്റ് ഉണ്ട്. വീക്ക് എൻറ്റിറ്റി സെറ്റ് പറയാൻ കാരണം നമുക്കറിയാം ഈ ഒരു റെക്ടാംഗിൾ ഡബിൾ റെക്ടാംഗിൾ ആണ് അല്ലെ, സിംഗിൾ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വീക്ക് എൻറ്റിറ്റി സെറ്റ് ആണ്. വീക്ക് എൻറ്റിറ്റി സെറ്റ് എപ്പോഴും ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആയിരിക്കും റിലേഷനുമായിട്ട് ഉണ്ടാവുക. അഥവാ ഇവിടെ ഉള്ള റിലേഷൻഷിപ്പ് R2 ആണ്. ഈ റിലേഷൻഷിപ്പിന്റെ ഇടയിലുള്ള പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ആണ്. കാരണം ഓൾവേസ് ടോട്ടൽ ആയിരിക്കും വീക്ക് എൻറ്റിറ്റി സെറ്റ് ആണെങ്കിൽ. പക്ഷേ സ്ട്രോങ് എൻറ്റിറ്റി സെറ്റിനെ സംബന്ധിച്ച് ഓൾവേസ് ടോട്ടൽ ആവണമെന്നില്ല. പക്ഷെ ഇവിടുത്തെ കേസിൽ നമുക്ക് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആണെങ്കിലും അത് നമുക്ക് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ ആയിട്ടും വരാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് എത്ര ടേബിൾ വേണം ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ? ഈ M, അതുപോലെ P, N, R1, R2, ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ M ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആണ് ഏത് വെച്ചിട്ട്? P എന്ന് പറയുന്ന ഈ ഒരു ടേബിൾ ആയിട്ട്. ഓക്കെ, ഈ P എന്ന് പറയുന്ന എൻറ്റിറ്റി സെറ്റുമായിട്ട് M എന്ന് പറയുന്ന എൻറ്റിറ്റി സെറ്റ് എന്താണ്? ടോട്ടൽ പാർട്ടിസിപ്പേഷനിലാണുള്ളത്. അതേപോലെ തന്നെ N നമുക്കറിയാം വീക്ക് എൻറ്റിറ്റി സെറ്റ് ആണ്. സോ നമുക്കിവിടെ എത്ര ടേബിൾ വേണം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ആരോ കാണിക്കുന്നത് എന്തിനെയാണ്? 1-to-1 റിലേഷൻഷിപ്പ് ആണ് അല്ലെ? P എന്ന് പറഞ്ഞാൽ P ആയിട്ട് ഈ N-നും M-നും ഉള്ളത് 1-to-1 റിലേഷൻഷിപ്പ് ആണ്. 1-to-1 റിലേഷൻഷിപ്പിലുള്ള എൻറ്റിറ്റി സെറ്റിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് റെപ്രസെന്റ് ചെയ്യണം. സോ Pക്ക് വേണ്ടി മാത്രം നമുക്ക് ഒരു ടേബിൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ഷുവർ ആയി. ഓക്കെ, Pക്ക് വേണ്ടി മാത്രമുള്ള ടേബിൾ നമുക്ക് എന്തൊക്കെ ഉണ്ടാകുക? P എന്ന് പറയുന്ന ടേബിൾ, അതിൽ നമുക്ക് P1ഉം P2 ഉണ്ടാവും അല്ലെ? ഇതിൽ P1 ആയിരിക്കും നമ്മുടെ കീ. ഓക്കെ, P1 നമ്മുടെ കീ ആണ്, നമ്മൾ എടുക്കണം. P1 ആണ് നമ്മുടെ കീ. അപ്പൊ ഇതാണ് ഒരു ടേബിൾ. അപ്പൊ നമ്മൾ ഈ ഒരു പാർട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇനി നമുക്ക് M-ഉം R1ഉം കൂടെ നമുക്ക് കമ്പൈൻ ചെയ്തിട്ടാണ് അടുത്തൊരു ടേബിൾ വരിക. കാരണം ഇത് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആണെന്ന് മാത്രമല്ല, ഈ റിലേഷൻ നമുക്ക് ഏതെങ്കിലും ഒരു ടേബിളിന്റെ കൂടെയാണ്. ഈ റിലേഷൻ ഒറ്റയ്ക്ക് നമുക്ക് ഇവിടെ R1ന് മാത്രമായിട്ട് സെപ്പറേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ M എന്ന് പറഞ്ഞ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ് ഈ M എന്ന് പറയുന്ന എൻറ്റിറ്റി സെറ്റിനും R1 എന്ന് പറഞ്ഞ റിലേഷനും കൂടെ കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ എന്തൊക്കെ ഉണ്ടാവുക? അതിൽ നമുക്ക് M1, M2, M3, അഥവാ ഇവിടെ 3 അല്ലെ? 3 ആട്രിബ്യൂട്ട്. M1 ഉണ്ടാവും, M2 ഉണ്ടാവും, M3 ഉണ്ടാവും. അതിന്റെ പുറമെ നമുക്ക് എന്തുണ്ടാവും? നമുക്ക് P ഉണ്ടാവും അല്ലെ?
പി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് P1 ആണ് വരിക. കാരണം P1 ആണ് ഇവിടെ കീ എങ്കിൽ ഈ P1നും കൂടെ ഇവിടെ റെഫർ ചെയ്യുന്നില്ല. അഥവാ ഇവിടെ നമുക്ക് നോക്കുക, ഇവിടെ P1 ഉണ്ടാവും. ഓക്കെ. ഇനി ഇതിന്റെ കീ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ കീ എന്ന് പറഞ്ഞാൽ M1 ആയിരിക്കും. ഓക്കെ. M1 എന്തായിരിക്കും? കീ ആയിരിക്കും, അഥവാ പ്രൈമറി കീ ആയിരിക്കും. അതേപോലെ തന്നെ P1 എന്ത് ചെയ്യും? റെഫർ ചെയ്യും അഥവാ ഫോറിൻ കീ ആയിരിക്കും ഇവിടെ P1. ഓക്കെ. എമ്മിന്റെ കേസിൽ. പിന്റെ കേസിൽ നമുക്ക് P1 P2 മാത്രമേ ഉള്ളൂ. അതിന് വേറെ ഇത് റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് 1-to-1 കാർഡിനാലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് മാത്രമായിട്ട് ഒരു ടേബിൾ ആക്കാൻ പറ്റും. അതിൽ P1 കീ ആയിട്ട് വരും. രണ്ടാമത്തെ എമ്മിന് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എമ്മിലുള്ള എല്ലാ ആട്രിബ്യൂട്ടും വരും. M1 M2 M3 മാത്രമല്ല നമ്മൾ ആറിനെയും കൂടെ അതിന്റെ ഭാഗമായിട്ട് മാറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ P എന്നുള്ള പ്രൈമറി കീനെ നമുക്ക് ഇതിലേക്ക് റെഫർ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ റൂള്. ഓക്കെ. അപ്പൊ നമുക്ക് M1 M2 M3 P1 വന്നു, ആ റെഫർ ചെയ്താണിത്. ഇതിൽ M1 പ്രൈമറി കീയും P1 ഫോറിൻ കീയും ആണ്. ഇനി അടുത്ത നമുക്ക് എന്നിനെ, അല്ലെ, എന്നിനെ നമുക്ക് അഥവാ ഈ N1 N2 ഒക്കെ നമുക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ എന്നിന് വേണ്ടിയിട്ട് നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമുക്കറിയാം R2 എന്ന് പറയുന്ന ഈ ഒരു റിലേഷനെയും കൂടെ അതിന്റെ ഭാഗമാക്കിയിട്ട് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. സോ എന്നിന് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാവും? നമുക്ക് ഓൾറെഡി ഉള്ള N1 ഉണ്ടാവും, N2 ഉണ്ടാവും. ഇതാ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള N1 N2 ഈ എന്നിന്റെ ഭാഗമായിട്ടുള്ള അത് രണ്ടുപേരും. അതിന് പുറമെ നമുക്ക് എന്തും കൂടെ വരും? നമുക്കറിയാം P അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചേർക്കണം, അല്ലെ? കാരണം അപ്പോഴാണ് നമുക്ക് അത് റെഫർ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ P എന്ന് പറഞ്ഞാൽ P1 ആണെന്ന് വരും. ഓക്കെ. P1 വരും. ഇനി ഇവിടെ ആക്ച്വലി P1 എന്താണ്? P1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എമ്മിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഫോറിൻ കീ ആണ് റെഫർ ചെയ്യുന്നത്. അത് മാത്രമല്ല എന്ന് നമുക്ക് വീക്ക് എൻറ്റിറ്റി സെറ്റ് ആണ്. അപ്പൊ ഒരിക്കലും വീക്ക് എൻറ്റിറ്റി സെറ്റ് ഒന്നും ഉണ്ടാവില്ല, പ്രൈമറി കീ ഉണ്ടാവില്ല. അപ്പൊ അതിന് പ്രൈമറി കീനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ കീയും അഥവാ ഈ N1 ഈ P1 കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ എന്താവുന്നത്? പ്രൈമറി കീ ആവുന്നത്. ഇപ്പൊ എന്നിന്റെ കേസിൽ നോക്കുക, N1 N2 P1 ആണ് അതിലുള്ള 3 കോളംസ്, അല്ലെങ്കിൽ 3 ആട്രിബ്യൂട്ട്. അതിൽ P1 എന്താണ്? ഫോറിൻ കീ ആണ് എന്ന് മാത്രമല്ല പ്രൈമറി കീ എന്തായിരിക്കും? N1 P1 ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തതായിരിക്കും പ്രൈമറി കീ. ഓക്കെ. ഇതാണ് PK പ്രൈമറി കീ വരുന്നത്. ഓക്കെ. അപ്പം മൂന്നിന്റെയും കേസിൽ നോക്കുക, ഇവിടുത്തെ പിന്റെ കേസിൽ അഥവാ ഈ സെന്ററിലുള്ള ഇതിന്റെ കേസിൽ നമുക്ക് P1 ആണ് പ്രൈമറി കീ ആയിട്ട് വരുന്നത്. P1 മാത്രം മതി, വേറെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും എന്തുകൊണ്ട് റെഫർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അത് 1-to-1 റിലേഷൻ ആയതുകൊണ്ട്. എമ്മിന്റെ കേസിൽ നമുക്ക് പ്രൈമറി കീക്ക് എന്ത് മതി? ഈ M1 തന്നെ എടുത്താൽ മതി. പക്ഷെ നമ്മൾ ഫോറിൻ കീ ആയിട്ട് P1 റെഫർ ചെയ്യണം എന്നുള്ളതാണ്. അതേപോലെ എന്നിലേക്കും നമ്മൾ എന്ത് ചെയ്യണം? P1 റെഫർ ചെയ്യണം ഫോറിൻ കീ ആയിട്ട്. പക്ഷേ പ്രൈമറി കീ നമ്മൾ അവിടെ സെറ്റ് ചെയ്യുന്ന സമയത്തും ഒരിക്കലും വീക്ക് എൻറ്റിറ്റി സെറ്റിന് തനിയെ എന്തുണ്ടാവില്ല? പ്രൈമറി കീ ഉണ്ടാവില്ല. സോ N1 P1 കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ പ്രൈമറി കീ വരുന്നത്. അപ്പൊ ഈ ഒരു കാര്യം കൂടെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കിയാൽ നമുക്ക് 3 ടേബിളാണ് വരുന്നത്. ഓക്കെ. അപ്പം ഇവിടുത്തെ ഇതിലെ ആൻസർ എന്ത് വരും? നമുക്ക് 3 ടേബിളാണ് വരുന്നത്, നമ്മൾ ഈ കണ്ട പോലെ. ഓക്കെ. സോ 3 ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് നോക്കുക, രണ്ടാമത്തെ പ്രോബ്ലം. സപ്പോസ് ഒറാക്കിൾ റിലേഷൻ ആർ എ ബി currently has tuples 1 2 1 3 3 4 and the relation SBC currently has 2 5 4 6 7 8. Consider the following two SQL queries, SQ1 and SQ2. ഇത് രണ്ടുമാണ് queries. ഓക്കെ. SQ1 എന്ന് പറയുന്നത് സെലക്ട് സ്റ്റാർ ഫ്രം ആർ ഫുൾ ജോയിൻ എസ് ഓൺ ആർ ഡോട്ട് ബി ഈക്വൽ ടു എസ് ഡോട്ട് ബി. SQ2 പറയുന്ന കുറി എന്താണ്? സെലക്ട് സ്റ്റാർ ഫ്രം ആർ ഇന്നർ ജോയിൻ എസ് ഓൺ ആർ ഡോട്ട് ബി ഈക്വൽ ടു എസ് ഡോട്ട് ബി. അങ്ങനെയാണെങ്കിൽ ഇത് നമ്പർ ഓഫ് ടപ്പിൾസ് ഇൻ ദ റിസൾട്ട് ഓഫ് ദ SQL queries SQ1 ആൻഡ് ദ SQL query SQ2 ആർ given ബൈ, എന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാല് ഇവിടെ തന്നിട്ടുള്ള ഈ രണ്ട് ക്വറിയും നമ്മൾ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡാറ്റ തന്നിട്ടുണ്ട്, അല്ലെ? നമ്മളിവിടെ ടേബിൾ ആറാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 കോളാണ്, എയും ബിയും ആണ്. അപ്പം ആ 2 കോളത്തിലുള്ള വാല്യൂസ് ആണ് 1 2 1 3 3 4 എന്ന് പറഞ്ഞിട്ട്. അതേപോലെ എസ് എന്ന് പറഞ്ഞ മറ്റൊരു ടേബിള്, റിലേഷൻ മീൻസ് ടേബിൾ ആണല്ലോ. BC ആണ് അതിന്റെ 2 കോളംസ്. ആ BCന്റെ വാല്യൂ ആണ് 2 5 4 6 7 8. ഓക്കെ. അത് വെച്ചിട്ട് നമ്മൾ ഈ 2 ടേബിളിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ 2 ക്വറി പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര റിസൾട്ട് വരുന്നുണ്ട്, അഥവാ അതിന്റെ ടപ്പിൾസ് ആണ് എത്ര റോ വരുന്നുണ്ട് എന്നുള്ളത്. റിസൾട്ട് മീൻസ് എത്ര റോ, ഇവിടെ നമ്പർ ഓഫ് ടപ്പിൾ ചോദിച്ചുള്ളത്, എത്ര റോ വരുന്നുണ്ട്, അതാണ് ആക്ച്വലി നമുക്ക് കാണേണ്ടത്. ഓക്കെ. സോ നമുക്ക് ചെയ്തു നോക്കാം അതെങ്ങനെ കാണേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ നമ്മളൊന്ന് എടുത്തേക്ക്. ഓക്കെ. നമുക്ക് തന്നിട്ടുള്ള എന്താണ്? നമുക്ക് ആർ എന്ന് പറയുന്ന ഈ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, RAB, അല്ലെ? RAB എന്ന് പറഞ്ഞാൽ ഇത് ആർ എന്ന് പറഞ്ഞ ടേബിൾ ആണ്. ഇതിൽ നമുക്ക് എ ഉണ്ട്, ബി ഉണ്ട്. നമുക്ക് എന്തൊക്കെയാ വാല്യൂ വരുന്ന നോക്കാം.
1 2 1 3 3 4 ആണ് വരുന്നത്. സോ നമ്മൾ എഴുതുകയാണ് അതിന്റെ വാല്യൂസ്. 1 2 1 3 3 4. ഓക്കെ, ഇതാണ് നമ്മളെ ആർ എന്ന് പറഞ്ഞാൽ. ഇനി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് എന്ന് പറഞ്ഞാൽ ബി സി ആണ്. ഓക്കെ, അതിൽ നമുക്ക് വരുന്നത് എന്തൊക്കെയാണ്? 2 5, അല്ലെ? നമ്മൾ തന്നിട്ടുള്ള ഈ ഡാറ്റയാണ് എടുത്തിരുന്നത്. 2 5, ദെൻ 4 6, ദെൻ 7 8. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റകൾ നമ്മൾ ടേബിൾ ഓഫ് ഫോമിലേക്ക് എടുത്തായിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളെ കൊറി നമ്മൾ കൊറി പ്രോസസ് ചെയ്യേണ്ടത്. അപ്പൊ കൊറി പ്രോസസ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ആക്ച്വലി ഇവിടുത്തെ കേസിൽ നമുക്ക് 2 കൊറിയാണ് ഉള്ളത് അല്ലെ? ആ 2 കൊറി എങ്ങനെയാ പ്രോസസ് ചെയ്യാൻ നോക്കിയാൽ മതി നമ്മൾ. ഇപ്പം SQ1 എന്ന് പറഞ്ഞ കൊറി, SQ1. ഓക്കെ, അഥവാ ഈ ഒന്നാമത്തെ കൊറി പറയുന്നത് എന്താണ്? സെലക്ട് സ്റ്റാർ ഫ്രം ആർ ഫുൾ ജോയിൻ എസ് ഓൺ ആർ ഡോട്ട് ബി ഈക്വൽ ടു എസ് ഡോട്ട് ബി. ആറും എസും കൂടെ ഫുൾ ജോയിൻ ചെയ്യാണ്. ഫുൾ ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് ഫുൾ എന്തല്ല, ഔട്ടർ ജോയിൻ അല്ല, അല്ലെ? പക്ഷെ ഇവിടെ ഇങ്ങനെ ഫുൾ ജോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നാച്ചുറൽ ജോയിൻ എന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇവിടെ ഔട്ടർ എന്ന് തന്നിട്ടില്ലെങ്കിലും ഇത് എന്താണ് നമ്മൾ മനസ്സിലാക്കണം? ഔട്ടർ ജോയിൻ ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് മനസ്സിലാക്കണം. ഇവിടെ ഐ മീൻ ഇത് ഔട്ടർ ജോയിൻ ആണ് ആക്ച്വലി ഇവിടെ ഫുൾ ജോയിൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫുൾ ഔട്ടർ ജോയിൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഫുൾ ജോയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഔട്ടർ ജോയിൻ ആണ്, ഫുൾ ഔട്ടർ ജോയിൻ ആണ്. നമുക്ക് വെറും ജോയിൻ മാത്രം തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും? അത് നാച്ചുറൽ ജോയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്നർ ജോയിൻ എന്ന് പറയും, അല്ലെ? ഇവിടെ ഫുൾ എന്നുള്ള ഈ ഒരു കീവേഡ് ഉള്ളതുകൊണ്ട് അത് ഫുൾ ഔട്ടർ ജോയിൻ ആണ്. അപ്പൊ നമ്മൾ അത് എങ്ങനെ ചെയ്യാം? നമ്മൾ ഫുൾ ഔട്ടർ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ആർ ഡോട്ട്, നമുക്ക് ഏതൊക്കെ കോളുകൾ നോക്കാം. നമുക്ക് ആർ ഡോട്ട് എ ഉണ്ട്, അല്ലെ? അഥവാ ഈ ഒരു കോളം ആർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേബിളിന്റെ കോളം ആർ ഡോട്ട് എ. അതേപോലെ തന്നെ ആർ ഡോട്ട് ബി ഉണ്ട്. ഓക്കെ, ദെൻ നമുക്ക് എന്തുണ്ട്? എസ് ഡോട്ട് ബി ഉണ്ട്, എസ് ഡോട്ട് ബി ഉണ്ട്. ദെൻ സി ഉണ്ട്, അല്ലെങ്കിൽ എസ് ഡോട്ട് സി ഉണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള കോളംസ് എന്ത് ചെയ്യുമ്പം? ഫുൾ ജോയിൻ ചെയ്യുമ്പോൾ. ഇനി നമുക്കറിയാം, നമ്മൾ ഫുൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ആർ ഡോട്ട് ബിയും എസ് ഡോട്ട് ബിയും ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമുക്ക് ആക്ച്വലി നമ്മളെ ഫുൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരണം? ആറിലും എസിലും ഉള്ള എല്ലാ വാല്യൂസും വരണം. അപ്പൊ ഇവിടുത്തെ കേസിൽ മാത്രമല്ല, അതിന്ന് ഇത് മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ആർ ഡോട്ട് ബി ഈക്വൽ ടു എസ് ഡോട്ട് ബി. അപ്പൊ നമ്മൾ നോക്കുക 1 2, നമ്മൾ 1 ഉം 2 എഴുതി. ഇനി ഈ 2നോട് ഈ 2 മാച്ച് ചെയ്യുന്നുണ്ട് അല്ലെ? കാരണം ഇവിടുത്തെ ബിയും അഥവാ ആറിന്റെ ബിയും എസിന്റെ ബിയും ഈക്വൽ ആണ്, അല്ലെ? 2 2 ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ റോ നമ്മൾ എടുക്കുള്ളൂ. അഥവാ 1 വന്നു, 2 വന്നു, ദെൻ നമുക്ക് വീണ്ടും എസ് ഡോട്ട് ബിയിൽ നമുക്ക് എന്ത് വരികയാണ്? 2 വരികയാണ്. ദെൻ സി എന്ന് പറഞ്ഞാൽ 5. ഓക്കെ, ഫസ്റ്റത്തെ റോ എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി നമ്മൾ നോക്കുക, വേറെ 2 കൂടെ വരുന്നുണ്ടോ? അഥവാ ഈ 2ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വേറെ എവിടെയെങ്കിലും 2 വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഇനി 1 2 വെച്ചിട്ട് വേറെ എടുക്കണ്ട. ഇനി 1 3 നോക്കാം. ഈ 1 3 എന്ന് പറഞ്ഞ കോളം നമുക്ക് എടുക്കേണ്ട കേസ് വരുന്നത് നോക്കുക. എവിടെ വരുന്നത്? 1 3 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ആർ ഡോട്ട് ബിയും എസ് ഡോട്ട് ബിയും നമുക്കില്ല, അല്ലെ? അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യാ? നമുക്കറിയാം 1 3 ഇവിടെ ഫുൾ ജോയിൻ ആയതുകൊണ്ട് ഈ റോ നമുക്ക് എടുക്കൽ നിർബന്ധമാണ്. പക്ഷെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തില്ല? എസ് ഡോട്ട് ബിയും എസ് ഡോട്ട് സിയും ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അത് എം ടി ആക്കിയിട്ടുണ്ട്. ഓക്കെ, എം ടി ആക്കിയിട്ടിടും. ഇതൻ നമ്മൾ എന്ത് ചെയ്യാ? അടുത്തത് 3 4 നമ്മൾ എടുക്കുന്നു. എന്നിട്ട് 3 4 കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഫോറും ഈക്വൽ ആണ്, അല്ലെ? രണ്ടും ബി ആണ്. ഇവിടുത്തെ ബി ആണ്, ഇതും ബി ആണ്. സോ 3 4 4, അഥവാ 3 ഇവിടെ 4 വരുന്നു. അങ്ങനെ 4 വരുന്ന കേസിൽ ഇവിടെ 6, ഈ 6 ഇവിടെ വരുന്നു. ഓക്കെ, ഇനി അടുത്ത നോക്കാം. നമുക്ക് ഇവിടെ അപ്പൊ നമുക്ക് ഈ ഒരു ആറിന്റെ എല്ലാ റോയും നമ്മൾ എടുത്തു. 1 2 എടുത്തു, 1 3 എടുത്തു, 3 4 എടുത്തു, അല്ലെ? ഇനി നമ്മൾ എസിന്റെ എല്ലാ റോയും എടുത്തു നോക്കണം. നമ്മൾ 2 5 ഈ റോ എടുത്തിട്ടുണ്ട്, 4 6 ഈ റോയും എടുത്തിട്ടുണ്ട്, അല്ലെ? 4 6 ഉണ്ട്, 2 5 ഉണ്ട്. പക്ഷെ 7 8 എന്ന് പറഞ്ഞ റോ നമ്മൾ എടുത്തിട്ടില്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഫുൾ ജോയിൻ ആണല്ലോ, നമ്മൾ രണ്ട് ടേബിളിന്റെയും എല്ലാ വാല്യൂസിനും നമ്മൾ കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് വരും? 7 8 എന്ന് വരും. പക്ഷെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഈ ഭാഗത്ത് 7 8 ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് എം ടി ആക്കിയിട്ടുണ്ട്. അഥവാ ടോട്ടൽ ഇവിടെ എത്ര ടപ്പിൾ ഉണ്ട്? 1 2 3 4, 4 ടപ്പിൾ ഉണ്ട്. ഓക്കെ, എങ്ങനെ കിട്ടിയെന്ന് ശരിക്കും മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഫുൾ ജോയിന്റെ കൺസെപ്റ്റ് ആണ് നമുക്ക് അറിയേണ്ടത്. നമ്മൾ ഇതിലെ എല്ലാ റോയും അഥവാ 1 2 1 3 3 4 നമുക്ക് വരണം. 1 2 1 3 3 4 നമ്മൾ എഴുതിയിട്ടുണ്ട്.
അതേപോലെ ഇതിനെ സംബന്ധിച്ച് 2 5 ഉം 4 6 ഉം 7 8 ഉം വരണം. 2 5 ഉം 4 6 ഉം 7 8 ഉം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആ സമയത്ത് നമ്മൾ എന്തും കൂടെ ചെക്ക് ചെയ്യണം, R.B യും S.B യും ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് ഇവിടെ വാല്യൂ വരുന്നത്. ഇവിടുത്തെ കേസിലും ഈക്വൽ ആണ് ഇതിനെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് നമ്മൾ എഴുതിയത്. പക്ഷെ ഈ 7 ഈക്വൽ ആയിട്ട് നമുക്ക് ആറില് ബി ഇല്ല. എസിന്റെ ബിയിൽ 7 ആകുമ്പോൾ ആറിന് ബി ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എം ടി ആക്കി ഇടേണ്ട ഒരു കേസ് വരുന്നത്. അതേപോലെ തന്നെ ആറിന്റെ ബി 3 ആകുമ്പോൾ എസിന്റെ ബി 3 ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ എം ടി ആക്കി ഇടുന്നത്. എനിവേ നമുക്ക് ഇവിടെ എത്ര വരും? നമുക്ക് 4 വരുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് ഒന്നാമത്തെ കുറി പ്രകാരം വരുന്നത്. ഇനി രണ്ടാമത്തെ കുറി പ്രകാരം വരുന്നത് എന്താ നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് എറേസ് ചെയ്യാണ് വൃത്തിക്ക് വേണ്ടിയിട്ട്. സോ ഇവിടെ നമ്മൾ വീണ്ടും എഴുതാണ്. ആറിൽ നമുക്ക് ബി എന്ന് പറയുമ്പോൾ നമ്മുടെ വാല്യൂസ് എന്തൊക്കെയാണ്? 1 2 1 3 3 4. എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ആണ് കിട്ടിയത്, മറന്നു പോകരുത്. 4 ടപ്പളം നമുക്ക് ഓൾറെഡി SQ1 ചെയ്തപ്പോൾ കിട്ടി. SQ1 നമുക്ക് 4 കിട്ടി. ഇനി എസില് BC ആണ് അല്ലെ? BC നമുക്ക് എന്തൊക്കെയുള്ളത്? 2 5 4 6 7 8. ഇനി ഇവിടെ പറയുന്ന കേസ് എന്താണ്? ഇവിടെ പറയുന്നത് സെലക്ട് സ്റ്റാർ ഫ്രം ആർ ഇന്നർ ജോയിൻ എസ് ഓൺ R.B = S.B. ഇവിടെ ഫുൾ ജോയിൻ അല്ല, ഇന്നർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്കറിയാം മാച്ച് ചെയ്യുന്ന ടപ്പിൾ മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പൊ നമുക്ക് നോക്കുക, എ എന്ന് പറഞ്ഞ കോളുണ്ട്, ബി രണ്ടിലും കോമൺ ആണ്. സോ ഒറ്റ ബി മതി നമുക്ക് സി. അപ്പൊ നമ്മളെ ടേബിളിന്റെ ഫോർമാറ്റ് ആക്ച്വലി എങ്ങനെ വരും ഈ ഒരു കൊറിയയില്? ABC. ഓക്കെ, ഇനി നോക്കുക എവിടേക്കാണോ ഈക്വൽ ആണത്. ഈ ടൂവും ഈക്വൽ ആണല്ലോ. സോ നമുക്ക് എന്ത് ചെയ്താം? 1 2 5 എന്ന് എഴുതാം അല്ലെ? 1 അതിന്റെ എന്റെ വാല്യൂ, ബിന്റെ വാല്യൂ, ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. സോ നമുക്ക് ഒറ്റ ബി ഇട്ടാൽ മതി 2. ദെൻ അതിന്റെ സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് വാല്യൂ 5 ആണ്. ഇനി നോക്കുക, ഇനി വേറെ 2 മാച്ചിങ് ഉണ്ടോ നോക്കാം. ഇല്ല. ഓക്കെ, ഇനി അടുത്ത ബി എടുക്കുക 3. ഈ 3 ഇവിടെ ഉണ്ടോ നോക്കുക. ഇല്ല. 4 എടുക്കുക, 4 മാച്ചിങ് ഉണ്ടോ നോക്കുക. യെസ്, ഇവിടെ 4 മാച്ചിങ് ഉണ്ട്. ഇങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 3 4 6. ഓക്കെ, 3 4 6. ഇനി 4 മാച്ചിങ് ഉണ്ടോ? ഇല്ല. സോ ആകെ നമുക്ക് മാച്ചിങ് ആയി കിട്ടിയത് ഇന്നർ ജോയിൻ പ്രകാരം 2 ടപ്പിൾ. അപ്പൊ നമുക്ക് ഓൾറെഡി 4 ടപ്പിള്, അതുപോലെ തന്നെ 2 ടപ്പിൾ. ഇങ്ങനെയാണ് SQ1 നും SQ2 നും കിട്ടിയുള്ളത്. സോ SQ1 നമുക്ക് 4 ടപ്പിളും SQ2 നമുക്ക് 2 ടപ്പിളുമാണ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ എന്ത് വരും? ആൻസർ ഓപ്ഷൻ ഡി, 4 ടപ്പിള് ആൻഡ് 2 ടപ്പിള് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കൺസിഡർ ദ റിലേഷൻ RAB ആൻഡ് SBC ദ ഫോളോയിങ് ഫോർ റിലേഷണൽ ആൾജിബ്ര കൊറീസ് ഓവർ ആർ ആൻഡ് എസ്. ഇവിടെ നമുക്ക് RAB SBC എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് 4 കേസ്, 1 2 3 4, ഈ 4 കേസ്. അപ്പം ഇവിടെ 1 ക്യാൻ ഡിറ്റർമൈൻ. ഇവിടെ തന്നിട്ടുള്ളതാണ് 1 3 4 സെയിം കൊറിയാണ്, 2 3 4 സെയിം കൊറിയാണ്, 1 2 4 സെയിം കൊറിയാണ്, 1 2 3 സെയിം കൊറിയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അത് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുള്ള എന്താണ്? R.B, അഥവാ ആർ എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ട്, അതിൽ AB എന്ന് പറഞ്ഞ 2 കോളംസ് ഉണ്ട്. എസ് എന്ന് പറഞ്ഞ മറ്റൊരു റിലേഷന് ടേബിള്, അതിൽ BC എന്ന് പറഞ്ഞ 2 കോളംസ്. നോക്കുക, ഇവിടെയും ബി ഉണ്ട്, ഇവിടെയും ബി ഉണ്ട്. അതിന്റെ അർത്ഥം 2 ബിയും സെയിം വാല്യൂസ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വലി നമ്മൾ സാമ്പിൾ ആയിട്ട് കുറച്ച് വാല്യൂസ് ആറിലേക്കും എസിലേക്കും ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഈ ഓരോ ഓപ്പറേഷനും ചെയ്ത് നോക്കണം. 1ലും 2ലും 3ലും 4ലും തന്നിട്ടുള്ള ഓരോ ഓപ്ഷനും ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അതിന്റെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഇതിന്റെ റിസൾട്ട് എന്നൊന്നും പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മൾ തൊട്ട് മുന്നേ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന അതേ വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എടുക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഞാനിവിടെ സെയിം വാല്യൂസ് എടുക്കുകയാണ്. അപ്പൊ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ആർ എന്ന് പറഞ്ഞാൽ AB. AB നമുക്ക് എന്ത് വരുന്നത്? നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം അഥവാ അതേ എക്സാമ്പിൾ തന്നെ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് 3 4. ഓക്കെ, ദെൻ എസ്. എസിൽ നമുക്ക് BC, കാരണം അതേപോലെ തന്നെ ഇവിടെയും വന്നിട്ടുള്ളത് ആറും എസും തന്നെയാണ്. അതേപോലെ AB യും BC തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം സെയിം എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ വാല്യൂ കറക്റ്റ് കാണാൻ പറ്റും. 4 6 7 8. ഓക്കെ, ഇനി നോക്കുക. ആദ്യം പറഞ്ഞത് ആറ്
നാച്ചുറൽ ജോയിൻ എസ് ആണ്. ഇത് നാച്ചുറൽ ജോയിൻ ആണ്. ഇന്നർ ജോയിൻ, നാച്ചുറൽ ജോയിൻ എന്നൊക്കെ പറയും. ആറ് നാച്ചുറൽ ജോയിൻ എസ് എന്ന് പറയുമ്പോൾ ആറിലും എസിലും കോമൺ ആയിട്ട് ഒരു കോളം ഉണ്ടായിരിക്കണം, അതിന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കണം. അങ്ങനത്തെ കേസാണ് ആർ നാച്ചുറൽ ജോയിൻ എസ്. അഥവാ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ആക്ച്വലി എ ബി സി എന്ന് പറഞ്ഞ മൂന്ന് കോളം വരിക. എ ബി സി. ഓക്കെ, എ ബി സി എന്ന് പറഞ്ഞ മൂന്ന് കോളം വരും. ഇനി ഇതിൽ നോക്കുക, ഈ ടൂവും ഈ ടൂവും ഈക്വൽ ആണ്. അങ്ങനെയാകുമ്പോൾ അത് നമ്മൾ എടുത്തത്, കാരണം ഇവിടെ നാച്ചുറൽ ജോയിൻ ആണ്. അതുകൊണ്ടാണ് നാച്ചുറൽ ജോയിൻ ആകുമ്പോൾ ആറും എസും രണ്ട് ഡിഫറെന്റ് ടേബിള്, അല്ലെ? ആറ് എസ് രണ്ട് ഡിഫറെന്റ് ടേബിള്, രണ്ടിലും കോമൺ ആയിട്ട് ഒരു കോളം ഉണ്ടായിരിക്കണം. രണ്ടിലും ബി എന്ന് പറഞ്ഞ കോമൺ കോളം ഉണ്ട്. അതിന്റെ വാല്യൂ ഈക്വൽ ആവുമാണ്. അതിന്റെ വാല്യൂ ഈക്വൽ ആവുന്ന കേസ് പറഞ്ഞാൽ നോക്കുക, 1 2 രണ്ടിലും ഉണ്ട്. സോ അപ്പൊ അതിന്റെ എയും സിയും ഇട്ട് ചെയ്ത് 1 2 5. ഓക്കെ, ഇനി അതേപോലെ തന്നെ അടുത്തത് രണ്ട് ബിയും ഈക്വൽ എന്ന് പറഞ്ഞാൽ ഫോറും ഈക്വൽ ആവുന്നുണ്ട്, അല്ലെ? സോ നമ്മൾ എന്ത് ചെയ്തു? 3 4 6. 3 4 6 ഇതാണ് ആക്ച്വലി ആർ നാച്ചുറൽ ജോയിൻ എസ്. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫൈവ് എ ബി, അഥവാ അതിന് എയും ബിയും മാത്രം എടുത്താൽ മതി. എയും ബിയും മാത്രം എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഈ ഒരു പോർഷൻ വരും. അഥവാ നമുക്ക് എന്താണ് ഈ ഒരു ഒന്നാമത്തെ കൊറിയന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത്? 1 3, അല്ലെ? 1 3 2 4 എ ബി ഇതാണ് വരുന്നത് ഒന്നാമത്തെ. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ എന്താ പറയുള്ളത്? ആറ് നാച്ചുറൽ ജോയിന് എസ് എന്ന് ബി മാത്രം എടുക്കുക. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? എസ് എന്ന് ബി മാത്രം എടുക്കുന്നു. ഇതാണ് നമ്മളെ എസ് ടേബിള്. ഓക്കെ, നമ്മൾ ബി മാത്രം എടുക്കുകയാണ്. ബി മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? എസ് ഡോട്ട് ബി ആണ് ഞാൻ ഇവിടെ എഴുതുന്നത്. എസ് ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് 2ഉം 4ഉം 7 ആണ് വരുന്നത്, അല്ലെ? 2ഉം 4ഉം 7 വരുന്നത്. നാച്ചുറൽ ജോയിൻ എന്താണ്? ആറാണ്. ആറ് എന്ന് പറഞ്ഞാൽ ഈ ടേബിൾ ഇതേപോലെ ഇത്. ഓക്കെ, അപ്പൊ ഈ ടേബിൾ ആണെന്ന് വിചാരിക്കാം. ഇനി നാച്ചുറൽ ജോയിൻ ചെയ്യാം. നാച്ചുറൽ ജോയിൻ ചെയ്യാന്ന് പറയുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് നമുക്ക് ഇതൊരു റിലേഷൻ ആയിട്ടും ആറ് മറ്റൊരു റിലേഷൻ ആയിട്ടും ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ആറ് റിലേഷനും ഫൈ ഓഫ് ബി, ഫൈ ബി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു റിലേഷനും. ഓക്കെ, അപ്പം ഈ രണ്ട് ടേബിൾ ആണ് 1 2. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഒരു കോളം ഉണ്ടായിരിക്കണം. ബി ആണ് കോമൺ കോളം രണ്ടിലും. അപ്പൊ അത് ഈക്വൽ ആയിട്ടുള്ളത് നാച്ചുറൽ ജോയിൻ ആകുമ്പോൾ അത് ഈക്വൽ ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നോക്കുക, 2 ഉണ്ട്. യെസ്, 2 ഉണ്ട്. അതേപോലെ തന്നെ പിന്നെന്താ ഉള്ളത്? 4 ഉണ്ട്. 4 ഉണ്ട്. അപ്പൊ നമ്മൾ അത് നാച്ചുറൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ എ കോളം കൂടെ നമ്മൾ എഴുതണം, അല്ലെ? എയും ബിയും, അഥവാ ഈ ബിയും ഈ എസ് ഡോട്ട് ബിയും കൂടെ ഈക്വൽ ആയിട്ട് വരുന്ന എ ബി ആണ് നമ്മൾ എഴുതുക. അപ്പൊ നമുക്ക് എന്ത് വരും? ഈ 2ന്റെ എ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 2 വരും. അതേപോലെ 4 നമുക്ക് ഇത് 4 3 4 ആണ്. 3 4 നോക്കുക, ഇവിടെ നമുക്ക് കിട്ടിയ ഒന്നാമത്തേന്റെ 1 2 3 4 ആണ്. അതന്നെ നമുക്ക് ഇവിടെ കിട്ടി 1 2 3 4, അല്ലെ? 1 2 3 4 രണ്ട് പേർ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും നമുക്ക് ഈക്വൽ ആണ് കിട്ടി. ദെൻ മൂന്നാമത്തെ നോക്കുക. ഇവിടെ ഒരു പ്രാവശ്യം കൂടെ ആറ് എസ് വരുന്നുണ്ട്. ആറ് എന്ന് പറഞ്ഞാൽ എ ബി ആണ്. 1 2 1 3 3 4. എസ് എന്ന് പറഞ്ഞാല് ഈ സിയില് 2 5 4 6 7 8. ഓക്കെ, നമുക്ക് ഏത് വാല്യൂ എടുക്കട്ടോ. ഞാൻ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്ത വാല്യൂ ഉണ്ടായതുകൊണ്ട് അത് എടുക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ പറയുന്നത് ആറ് ഇന്റർസെക്ഷൻ ഫൈ എ ഓഫ് ആറ്. ആറിന് എ മാത്രം എടുക്കുന്നു, എസ് എന്ന് ബി മാത്രം എടുക്കുന്നു, അതിന് രണ്ടിനും ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു പാർട്ട് ചെയ്യാം. ആറിന് എയും എസ് എന്ന് ബിയും എടുത്തുകൊണ്ട് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാം. അഥവാ ആറിന് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോളം. ഓക്കെ, ഈ ഒരു കോളവും ആറിന് എയും എസ് എന്ന് നമ്മൾ എന്തെടുക്കണ്ടേ? ബിയും. ഓക്കെ, എസ് എന്ന് ബിയും ഇതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണ് പറഞ്ഞത്. ക്രോസ് പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് വരും? നമ്മളെ 1 2, അഥവാ ഈ 1 വെച്ചിട്ട് എല്ലാത്തിനും ചെയ്യാം. 1 2 1 4 1 7, അല്ലെ? ഈ 1 വെച്ചിട്ട് 2നെയും 4നെയും 7നെയും ചെയ്യാം. വീണ്ടും സെയിം അടുത്ത 1 വെച്ചിട്ടും അതേപോലെ ചെയ്യാം. നമുക്ക് സെയിം റെക്കോർഡ് കിട്ടുക. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ നെക്സ്റ്റ് 3 വെച്ചിട്ട് നമ്മൾ ചെയ്യാം. 3 വെച്ച് ചെയ്യുമ്പോൾ 3 2 3 4 3 7. ഓക്കെ, അതാണ് നമുക്ക് കിട്ടുന്ന എന്തെന്ന് പറഞ്ഞാല് ഇത് ഫൈ എ ഓഫ് ആറ് ഇൻറ്റു ഐ മീൻ ക്രോസ് പ്രൊഡക്റ്റ് ഫൈ ബി ഓഫ് എസ്. ഇനി അതിലും ആറിലും കോമൺ ആയിട്ട് വരുന്നത് അഥവാ ഇന്റർസെക്ഷൻ ആണ്. അപ്പം നോക്കുക, ഇതാണ് നമ്മളെ ആറ്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള
ഈ ഒരു പാർട്ട് എന്തെങ്കിലും കോമൺ ആയിട്ടുള്ളത് നോക്കുക. 1 2 രണ്ടിലും കോമൺ ആണ്. സോ നമ്മൾ 1 2 എടുത്തേരി. ഇനി 1 3 1 3 ഉണ്ടോ? ഇല്ല. 1 3 എന്ന് പറഞ്ഞാൽ നമുക്ക് ആറിൽ മാത്രമേ ഉള്ളൂ. എസ്സിൽ നമുക്ക് 1 3 കാണാനല്ലോ. 1 4 1 7 ഉള്ളൂ. 1 3 ഇല്ല. ഓക്കെ, അപ്പൊ അത് വേണ്ട. നെക്സ്റ്റ് 3 4 അല്ലേ? സോ രണ്ടിലും നോക്കുക. ഇവിടെ 3 4 ഉണ്ട്, ഇവിടെയും 3 4 ഉണ്ട്. 3 4 ഇതന്നെ നമുക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത് ബി എന്ന് പറഞ്ഞിട്ട് 1 2 3 4. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തേലും എന്ത് കിട്ടി? 1 2 3 4 കിട്ടി. ഇനി നാലാമത്തെ നോക്കുക. നാലാമത്തെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആറ് എസും കൂടെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാണ്. അല്ലെ, ഇവിടെ ആറും എസും കൂടെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാണ്. ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആറും എസും കൂടെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും? അപ്പം നമുക്ക് 4 കോളം ഉണ്ടാവും ആക്ച്വലി, അല്ലെ? നമുക്കൊന്ന് വൃത്തിയിൽ എഴുതാം. നമുക്ക് കിട്ടിയതൊക്കെ 1 2 3 4 ആണ് എല്ലോ. ഞാനിവിടെ 6 ഇവിടെ ഇടുന്നുണ്ട്. 6 നമുക്ക് 6 എന്ന് പറഞ്ഞാല് എയും ബിയും ആണ്. നമുക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നത്? 1 2 1 3 3 4 അല്ലെ? ദെൻ എസ് എന്ന് പറഞ്ഞാല് ബി സി ആണ്. നമുക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നത്? 2 5 ദെൻ 4 6 7 8. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ആറും എസും കൂടെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാം. ആറും എസും കൂടെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുന്ന നമുക്ക് എന്ത് വരും? ആർ ഡോട്ട് എ ആർ ഡോട്ട് ബി എസ് ഡോട്ട് ബി എസ് ഡോട്ട് സി അല്ലെ? നമുക്ക് ആറിന്റെ എ ടു ആറിന്റെ ബി ടു എസിന്റെ ബി ടു എസിന്റെ സി ടു, അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ആറിന്റെ എ ബി, ഇപ്പൊ ഇവിടെ 1 2 ഈ 1 2 കൊണ്ട് ബാക്കി ഓരോന്നിനെയും പ്രൊഡക്റ്റ് ചെയ്യണം. 2 5 വരും അല്ലെ? 2 5 1 2 2 5 1 2 4 6 1 2 7 8. നെക്സ്റ്റ് എന്ത് വരും? 1 3 1 3 അല്ലെ? നമ്മൾ ഓരോ ഓരോ റോ എടുത്തിട്ട് ബാക്കി എല്ലാ റോയിലും നമ്മൾ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാൻ അറിയാലോ. ആ രീതി ചെയ്യാണ്. 1 3 2 5 1 3 4 6 1 3 7 8. നെക്സ്റ്റ് എന്ത് വരും? ബാക്കി ഞാൻ ഇവിടെ ഇരുന്നുണ്ട്. നെക്സ്റ്റ് 3 4 വെച്ചിട്ട് 3 4 2 5 3 4 4 6 3 4 7 8. ഇതാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇതിന്ന് ഫൈ ഓഫ് എയും ആർ ഡോട്ട് ബിയും, അഥവാ എ എന്ന് പറഞ്ഞാൽ ഈ ആർ ഡോട്ട് എ, ഈ കോളം അല്ലെ? എ. ദെൻ ആർ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കോളം. അത് രണ്ടും കൂടെ എടുത്താൽ മതി എന്നാണ്. അഥവാ ഈ ഫസ്റ്റത്തെ രണ്ട് കോളം മാത്രം എടുത്താൽ മതി. രണ്ട് കോളം മാത്രം എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരുന്നത് നോക്കുക. ഒന്നാമത് നമുക്ക് 1 2 വരുന്നത്. 1 2 എ ബി ആണ്. എ ബി എയും ബി ആണ് നമ്മൾ എടുക്കാൻ പോണത്. സോ ഈ 1 2 ഈ കോളം വന്നു, സോറി ഈ റോ വന്നു. 1 2 അഗൈൻ റിപ്പീറ്റഡ് ആണ്. 1 2 ഓക്കെ. ദെൻ 1 3 നെക്സ്റ്റ് വരുന്നത് 1 3 ആണ്. 1 3 എടുത്തു. ദെൻ നെക്സ്റ്റ് വരുന്നത് നോക്കുക 3 4 ആണ് അല്ലെ? നമുക്ക് തരും 3 4. ഈ 3 4 വരുന്നു. 3 4 അപ്പൊ നോക്കുക. ഈ നാലാമത്തെ കേസിൽ മാത്രം നമുക്ക് എന്ത് വന്നു? 1 2 1 3 3 4. ബാക്കിയിലൊക്കെ 1 2 3 4 വന്നത്. അഥവാ അതിന്റെ അർത്ഥം ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നമുക്ക് കിട്ടിയത് എന്ത് മാത്രമായിരുന്നു? നമുക്ക് ഈ ഒരു ഇത്ര മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സോറി 1 3 ഇല്ല, ഇതിന് പകരം 3 4 1 2 3 4 ഇതായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കുറിക്ക്, നാലാമത്തെ കുറിക്ക് മാത്രമാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു 1 3 എന്ന് പറഞ്ഞ ടപ്പിൾ കൂടെ കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്? 1 2 3 ഈക്വൽ ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് പ്രകാരം 1 2 3 ഓൾ ആർ സെയിം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് വരും. അഥവാ ഓപ്ഷൻ ഡി ആണ്. 1 2 3 ആർ ദ സെയിം കുറി. നോക്കുക നാലാമത്തെ പ്രോബ്ലം. കൺസിഡർ ദ ഫോളോയിങ് തീം ഷെഡ്യൂൾസ് ഇൻവോൾവിംഗ് ടു ട്രാൻസാക്ഷൻ. ഇവിടെ ഇത് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആക്ച്വലി രണ്ട് ഷെഡ്യൂൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഷെഡ്യൂൾ ഏതൊക്കെയാണ്? ഷെഡ്യൂൾ S1 S2. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ തരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഇത് വരച്ച് പ്രസിഡൻസ് ഗ്രാഫ് വരച്ച് വെക്കണം. എന്നിട്ട് അതിൽ സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ടോ നോക്കുകയാണ്. സൈക്കിൾ ഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കൺഫ്ലിക്ട് സീരിയസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ നോട്ട് കൺഫ്ലിക്ട് സീരിയസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യണം നമുക്ക് നോക്കണം. നമ്മളിവിടെ നോക്കുക. ആദ്യം നമുക്ക് S1 ഒന്നാമത് നമ്മൾ എടുക്കുകയാണ് S1.
എക്സ് വൺ എന്ന് പറഞ്ഞ ഒരു ഷെഡ്യൂൾ ആണ്. നോക്കുക, ഈ ഇങ്ങനെ വരുന്ന 1 2 വരുന്നുണ്ടല്ലോ, നമ്മൾ സഫിക്സ് ആയിട്ട് പറയും. ഇത് നമുക്ക് എത്ര എണ്ണം വരുന്നു? വണ്ണും ടൂ അല്ലെ? വണ്ണും ടൂ മാത്രമേ വരുന്നുള്ളൂ, ത്രീ ഒന്നും വരുന്നില്ല. അതിന്റെ അർത്ഥം രണ്ട് ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ T1 ഉം T2 എന്ന് പറഞ്ഞ രണ്ട് ട്രാൻസാക്ഷൻ ആയിട്ട് എഴുതുകയാണ്. ഈ വണ്ണ് വരുന്നതൊക്കെ T1 ഉം ടു വരുന്നതൊക്കെ T2 ആണ്. ഓക്കെ, അപ്പൊ ആദ്യം R1 X എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വൺ ആണല്ലോ, സോ ട്രാൻസാക്ഷൻ വണ്ണിൽ എഴുതും. നമ്മൾ എന്ത് ചെയ്തു? R(X). ഇതിനർത്ഥം എക്സ് റീഡ് ചെയ്യാനാണ്. ദെൻ R1 Y എന്ന് പറയുമ്പോൾ R(Y) ആണ്. ഓക്കെ, ദെൻ നമുക്ക് R2 X പറയുമ്പോൾ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ആണ്. R(X). രണ്ടാമത്തേല് എക്സിനെ റീഡ് ചെയ്യുന്നു. ആർ R2 Y എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ട്രാൻസാക്ഷനിൽ വൈനെ റീഡ് ചെയ്യുന്നു. R(Y). ദെൻ W2 എന്ന് പറയുമ്പോൾ എന്താണ്? വീണ്ടും ടു ആണ്, സോ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ, അഥവാ W(Y). വൈനെ റൈറ്റ് ചെയ്യുന്നു. ദെൻ W1 എന്ന് പറയുമ്പോൾ W(X). ഒന്നാമത്തെ ട്രാൻസാക്ഷനിൽ എക്സിനെ റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വണ്ണും ടൂവും ബേസ് ചെയ്തിട്ടാണ് ഈ T1 എഴുതണോ T2 എഴുതണോ തീരുമാനിക്കുന്നത്. വൺ ആണെങ്കിൽ നമ്മൾ T1 എഴുതും, ടു ആണെങ്കിൽ T2 എഴുതും. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ എഴുതുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ പ്രസിഡൻസ് ഗ്രാഫ് വരച്ചു നോക്കുന്നു. T1 T2 നമ്മൾ രണ്ട് ട്രാൻസാക്ഷനെയും T1 T2 എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഇതിൽ സൈക്കിൾ ഫോം ചെയ്യാൻ നോക്കുക. അഥവാ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിന്റെ റൂൾ ഉണ്ട്. ഓക്കെ, ഒരു എക്സിനെ ഒരു ട്രാൻസാക്ഷൻ റീഡ് ചെയ്യുന്ന സമയത്ത് വേറെ ട്രാൻസാക്ഷന് സ്വാഭാവികമായിട്ടും റീഡ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ റൈറ്റ് ചെയ്യാൻ പാടില്ല. അഥവാ ഒരു ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം ഡാറ്റന് വേറൊരു ട്രാൻസാക്ഷൻ ചെയ്യാൻ പാടില്ല, റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ ഒന്നും പാടില്ല. അഥവാ നമ്മൾ ഇത്ര നോക്കിയാൽ മതി. ഇവിടെ റീഡ് കാണുന്നില്ല. ഫസ്റ്റ് T1 R(X) എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസാക്ഷൻ റീഡ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ എക്സിന് റീഡ് ചെയ്യുമ്പോൾ ഇവിടെ റൈറ്റ് ചെയ്യുന്നത് നോക്കിയാൽ മതി. ഇവിടെ റീഡ് എക്സ് ആണ്, കുഴപ്പമില്ല. റീഡ് വൈ ആണ്, അത് വൈനെയാണ്, കുഴപ്പമില്ല. റൈറ്റ് വൈ ആണ്, വൈനെയാണ്, കുഴപ്പമില്ല. അപ്പൊ എക്സിന് റീഡ് ചെയ്യുന്ന സമയത്ത് വേറെ അത് റൈറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരോ ഒന്നും വരയ്ക്കുന്നത്. നെക്സ്റ്റ് നോക്കുക, R(Y). വൈനെ നമ്മൾ റീഡ് ചെയ്യാണ്. വൈനെ റീഡ് ചെയ്യുമ്പോൾ വൈനെ റൈറ്റ് ചെയ്യുന്നുണ്ട് നോക്കിയാൽ നോക്കുക, ഇവിടെ വൈനെ റൈറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? റൈറ്റ് വൈന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റീഡ് ചെയ്യുമ്പോൾ ഒരിക്കലും അടുത്ത ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ റൈറ്റ് കൊടുത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആരോ വരക്കുന്നു. ഓക്കെ, T1 T2 കാരണം T1 നിന്നാണ് T2 അല്ലെ? T1 വെച്ചിട്ടാണ് നമ്മൾ T2 കമ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ T2 നോക്കുന്നത്. അടുത്തത് ഈ ഒരു ഓർഡറിലാണ് ട്രാൻസാക്ഷൻ വരുന്നത്, മുകളിൽ നിന്ന് താഴത്ത്. സോ ഒന്നാമത്തെ രണ്ടാമത്തെ നമ്മൾ നോക്കി. മൂന്നാമത്തെ നോക്കുക, റീഡ് എക്സ്. എക്സിനെ റീഡ് ചെയ്യുമ്പോൾ എക്സിന്റെ റൈറ്റ് ചെയ്യുന്നുണ്ട് നോക്കാം. യെസ്, ഇവിടെ റൈറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? റൈറ്റ് എക്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ T2 T1 ഒരു ആരോ കൊടുക്കുക. ഇപ്പൊ നോക്കുന്നത് സൈക്കിൾ ഫോം ചെയ്തിട്ടുണ്ട് അല്ലെ? ഇങ്ങോട്ടും ഉണ്ട്, തിരിച്ച് ഇങ്ങോട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് സൈക്കിൾ പോലെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണ്. ആ സൈക്കിൾ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് നോട്ട് കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ആണ്. ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ആൻസർ ഏതാന്ന് നമുക്ക് പറയാൻ പറ്റും. അഥവാ എന്താണ്? ഒന്നാമത്തത് നോട്ട് കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ആണ്, കാരണം സൈക്കിൾ ഫോം ചെയ്തു. ഇനി നമ്മൾ ഓപ്ഷൻ നോക്കുക, S1 ബോത്ത് കോൺഫ്ലിക്ട് സീരിയലൈസബിൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം എന്നുള്ള ഉറപ്പാണ്, ഇത് തെറ്റാണ്. S1 ഈസ് കോൺഫ്ലിക്ട് സീരിയലൈസബിൾ, ഇതും തെറ്റാണ്. പക്ഷെ ഇവിടെ നോക്കുക, S1 ഈസ് നോട്ട് കോൺഫ്ലിക്ട് സീരിയലൈസബിൾ, ഇത് ശരിയാവാം. അല്ലെങ്കിൽ S1 ഉം S2 നോട്ട് കോൺഫ്ലിക്ട്. സോ നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഈ രണ്ട് ഓപ്ഷനിൽ നമുക്ക് വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണമെങ്കിൽ, ഐ മീൻ ഓപ്ഷനെ നമുക്ക് വെട്ടി കുറക്കണമെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം? S2 ചെയ്യാതെ വേറെ നിവർത്തിയില്ല. സോ നമ്മൾ S2 ചെയ്ത് നോക്കാം. S2 എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷനിൽ നമുക്ക് എന്താ വരുന്നത്? ഇവിടെ നോക്കുക, വണ്ണും ടൂ ആണ് അല്ലെ? വണ്ണും ടൂ, മാക്സിമം ടൂ വരെ ഉള്ളൂ, ത്രീ ഇല്ല. അതുകൊണ്ട് S2ലും S2 എന്ന് പറഞ്ഞ ഷെഡ്യൂളിലും നമുക്ക് T1 T2 എന്ന് പറഞ്ഞ രണ്ട് ട്രാൻസാക്ഷൻ ഉണ്ട്. ഓക്കെ, ആ ട്രാൻസാക്ഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ ആദ്യം R(X) എന്ന് പറയുമ്പോൾ എക്സിനെ നമ്മൾ ഒന്നാമത്തേൽ റീഡ് ചെയ്യുന്നു. ദെൻ R(X) പറയുമ്പോൾ ടു ആണ്, രണ്ടാമത്തേൽ എക്സിനെ റീഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ R(Y) എന്ന് പറയുമ്പോൾ രണ്ടാമത്തേൽ വൈനെ റീഡ് ചെയ്യുന്നു. ദെൻ W2Y എന്ന് പറയുമ്പോൾ വൈനെ റൈറ്റ് ചെയ്യുന്നു. ദെൻ R(1Y) എന്ന് പറയുമ്പോൾ ഒന്നാമത്തേൽ നമ്മൾ വൈനെ റീഡ് ചെയ്യുന്നു. ഓക്കെ, റൈറ്റ് എക്സ്, ഒന്നാമത്തെ ട്രാൻസാക്ഷൻ വണ്ണിന് കൊടുത്തിട്ടുണ്ട്. സോ റൈറ്റ് എക്സ്. ഇത് നോക്കുക, ഈ എക്സിനെ റീഡ് ചെയ്യുമ്പോൾ വേറെ ആരെങ്കിലും എക്സിനെ റൈറ്റ് ചെയ്യുന്നുണ്ട് നോക്കുക. എക്സിനെ റീഡ് ചെയ്യാണ്, ഇത് രണ്ടും വൈനെയാണ്. സോ T1 T2 നമ്മൾ വരച്ചു. T1 നിന്ന് T2 ഇല്ല അല്ലെ? അപ്പൊ തന്നെ നമുക്ക് ഉറപ്പാണ് ഇത് കോൺഫ്ലിക്ട് സീരിയസിബിൾ ആണ്. കാരണം എന്താണ്? ഇവിടെ എക്സിനെ റീഡ് ചെയ്യുമ്പോൾ ഇവിടെ എക്സിനെ റൈറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ട്രാൻസാക്ഷൻ ഈ ട്രാൻസാക്ഷനിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ഈ ഒരു ട്രാൻസാക്ഷനെ എഫക്ട് ചെയ്യുന്ന, അഥവാ ഈ ട്രാൻസാക്ഷൻ ഇതിനെ എഫക്ട് ചെയ്യുന്നില്ല.
ഇവിടെ നടക്കുന്ന ഈ ഒരു ഓപ്പറേഷൻ ഒരിക്കലും ഇതിനെ എഫക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ആരുമില്ല, T1 നിന്ന് T2ലേക്ക് ആരുമില്ല. ഇനി നോക്കുക, വീണ്ടും T1ൽ ഓപ്പറേഷൻ വരുന്ന സമയത്ത് T2ൽ അതിന്റെ താഴേക്ക് ഓപ്പറേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് ഒരിക്കലും T1 നിന്ന് T2ലേക്ക് ആരും വരൂല. അതുകൊണ്ട് തന്നെ എന്ത് വരില്ല, അവിടെ സൈക്കിൾ വരില്ല. പക്ഷെ ഇവിടെ നോക്കുക, തിരിച്ച് T2 നിന്ന് T1ലേക്ക് വരുന്നുണ്ട്. കാരണം എന്താണ്, ഇവിടെ എക്സിനെ റീഡ് ചെയ്യാം, ഇവിടെ എക്സിനെ റൈറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇവിടെ റീഡ് ചെയ്യുന്ന സമയത്ത് താഴെ ഇവിടെ റൈറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് T2 നിന്ന് T1ലേക്ക് വരും. അപ്പൊ ഈ ഒരു ആരോ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് S2 എന്ന് പറഞ്ഞ ഷെഡ്യൂൾ എന്താണ്, കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ആണ്. ഓക്കെ, കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ എന്ത് വരും? നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കി വെക്കുക, S1 നോട്ടും S2 കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് അല്ലെ? സോ നമുക്ക് ഓപ്ഷൻ സി ആണ് ആൻസർ ഇതിൽ കിട്ടുന്നത്. ദെൻ അഞ്ചാമത്തെ പ്രോബ്ലം നോക്കുക. സപ്പോസ് ഡാറ്റാബേസ് T1 PR currently has tuples 1, 5, 15, 8, 25, 6 and table T2 AC currently has 10, 6, 25, 3, 10, 5. Consider the following three relational algebra queries RA1, RA2, RA3. മൂന്ന് റിലേഷണൽ ആൾജിബ്ര ക്വറീസ് തന്നിട്ടുണ്ട് UGC നെറ്റ് ഓഗസ്റ്റ് 2016 പേപ്പർ 3ലെ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ UGC നെറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏത് ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഏത് ഇയറിൽ, ഏത് പേപ്പറിൽ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഓൾറെഡി ഡാറ്റ തന്നിട്ടുണ്ട്, ഏതൊക്കെ എത്ര ടേബിൾ ഉണ്ട് തന്നിട്ടുണ്ട്, 3 ക്വറി തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് അതിൽ എത്ര ടപ്പിൾ ഉണ്ട് എന്നാണ് അല്ലേ, നമ്പർ ഓഫ് ടപ്പിൾ ഇൻ ദ റിസൾട്ടിങ് ടേബിൾ ഓഫ് RA1, RA2, RA3. ഓക്കെ, അങ്ങനെ 3 ക്വറിയിലുള്ള ടപ്പിളിന്റെ എണ്ണമാണ് നമുക്കിവിടെ കാണുന്നത്. ഇത് നോക്കുക, നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ നമ്മൾ എടുത്തേക്കാണ്. തന്നിട്ടുള്ള ഡാറ്റ എന്താ വരുന്നത്, നമുക്ക് E1 എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ട് അല്ലെ? E1 എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ട്. അതിനെന്തൊക്കെയാണ് നമുക്ക് റോള്, സോറി കോൾ ഉള്ളത്, പിയും ആറും ആണ്. ഓക്കെ, സോ പിയും ആറും. ഇനി അതിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്, 10, 5 ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. 10, 5 ഉണ്ട്, 15, 8 ഉണ്ട്, 25, 6 ഉണ്ട്. ഓക്കെ, നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടാണെങ്കിൽ 10, 5, പിന്നെ 15, 8, 25, 6, 25, 6. ഇതാണ് T1. ഇനി T2 എന്ന് പറഞ്ഞ ടേബിൾ എന്താണ്, T2 എന്ന് പറഞ്ഞ ടേബിൾ AC ആണ്. ഓക്കെ, AC യിൽ നമുക്ക് എന്തൊക്കെയുള്ളത് തന്നിട്ടുണ്ട്, 10, 6, 25, 3, 10, 5, 10, 6, 25, 3, 10, 5. ഓക്കെ, ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ക്വറീസ് നോക്കാം. ഇവിടെ RA1 എന്ന് പറഞ്ഞാൽ എന്താണ്, T1 നാച്ചുറൽ ജോയിൻ, അവിടെ പറഞ്ഞിട്ടുണ്ട് നാച്ചുറൽ ജോയിൻ ആണെങ്കിൽ, നാച്ചുറൽ ജോയിൻ T2 ആണ്. വേറെ ഇവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, T1 ഡോട്ട് P ഈക്വൽ ടു T2 ഡോട്ട് E ആണ്. അഥവാ T1 T2 നമ്മൾ നാച്ചുറൽ ജോയിൻ ചെയ്യാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നാച്ചുറൽ ജോയിൻ ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് ടേബിൾ ഒരു കോളം ആണ്. പക്ഷെ ഇവിടെ നമ്മൾ കോമൺ ആയിട്ടുള്ള കോളായിട്ട് അസ്യൂം ചെയ്യുന്നത് T1ന്റെ പിയും T2ന്റെ എയും ആണ്. അഥവാ ഈ പി എന്ന് പറഞ്ഞ കോളം, ഈ എ എന്ന് പറഞ്ഞ കോളം ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഇവിടെ നാച്ചുറൽ ജോയിൻ പെർഫോം ചെയ്യുന്നത്. സോ T1 T2 നമ്മൾ നാച്ചുറൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, RA1 എന്ന് പറഞ്ഞ ക്വറി പ്രകാരം നമുക്ക് എന്ത് വരും, നമുക്ക് 3 കോളം വരും അല്ലെ? നമുക്ക് പി എന്ന് പറഞ്ഞ കോളം വരും, അത് തന്നെയാണ് നമുക്ക് എയിലും വരുന്നത്. പിന്നെ അതല്ല, നമുക്ക് നെക്സ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ R ഉണ്ട്, C ഉണ്ട്. ഓക്കെ, അങ്ങനെ കോളം എടുത്ത് നോക്കുക, ഞാൻ പി എടുത്തു, ദെൻ R രണ്ടാമത്തെ കോളായിട്ട് എടുത്തു, മൂന്നാമത്തെ കോളം എ എടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ എയും പിയും സെയിം ആണ്, കോമൺ കോളായിട്ട് ഞാൻ അസ്യൂം ചെയ്തു, ഞാൻ സി എടുത്തു, അങ്ങനെ 3 കോളാക്കി. ഇനി നോക്കുക, ഇവിടെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ എന്താണ്, T1 ഡോട്ട് പി ഈക്വൽ ടു T2 ഡോട്ട് എ ആണ്. ഇതിന്റെ പിയും ഇതിന്റെ എയും ഈക്വൽ ആണ്. അപ്പൊ നോക്കുക, 10 അല്ലെ, 10 രണ്ടിലും ഉണ്ട്, ഇവിടെയും 10 ഉണ്ട്, ഇവിടെയും 10 ഉണ്ട്, ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്താൽ പറ്റും, 10 then അതിന്റെ ആറിന്റെ വാല്യൂ 5, അതിന്റെ സിന്റെ വാല്യൂ 6. ഓക്കെ, നെക്സ്റ്റ് എന്ത് വരും, വേറെ 10 ഉണ്ടോ, ദാ ഇവിടെ 10 ഉണ്ട്. അപ്പൊ നോക്ക്, നമുക്ക് എന്ത് വരും, 10, അതിന്റെ ആറിന്റെ വാല്യൂ 5 ആണ്, അതിന്റെ സിന്റെ വാല്യൂ എന്താണ്, 5 ആണ്. ഓക്കെ, അഥവാ ഈ 10ഉം ഈ 5ഉം ആണ് എടുത്തത്, എന്നിട്ട് ഈ 10ന്റെ സിന്റെ വാല്യൂ 5 എടുത്തു. അപ്പൊ അങ്ങനെയാണ് 10, 5, 5 വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ത് വരും, നമുക്ക് 25, 15 നമുക്ക് ഒരിക്കലും ഇതിൽ കാണുന്നില്ല അല്ലെ, ഇനിയുള്ളത് ആകെ 25 ആണ്. 25 ഇവിടെ ഉണ്ട് ഓൾറെഡി. അപ്പൊ ഈ 25 എഴുതുന്നു, 25 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 6 വരുന്നത്, 6 ദെൻ ഈ 25 കറസ്പോണ്ടിങ് ആയിട്ട് 3, 3. അപ്പൊ നോക്കുക, നമുക്ക് എത്ര ടപ്പിൾ വന്നു, 3 ടപ്പിൾ വന്നു. ഓക്കെ, RA1 പ്രകാരം.
ഇനി RA2 ഒന്ന് ചെയ്ത് നോക്കാം. RA2 എന്താ പറയുന്നത്? E1 ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ആണ്. ഈ സിമ്പിൾ കണ്ടാറ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് ഔട്ടർ ജോയിൻ. E2 വേർ T1.P=T2.A. ഈ പിയും എയും തന്നെയാണ് ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ആണ്. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, നമ്മളെ ഈ ഒരു ലെഫ്റ്റ് ടേബിൾ ഇതേപോലെ ഫുൾ ആയിട്ട് വരണം എന്നുള്ളതാണ് പ്രത്യേകത അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ വരും നോക്കുക. നമുക്ക് പി ഉണ്ടാവും, ആർ ഉണ്ടാവും, സി ഉണ്ടാവും. ചെറിയൊരു മാറ്റേ വരുള്ളൂ. നമ്മൾ ആ ഒരു ടേബിൾ ഫുൾ ആയിട്ട് വരും. 10 വരും, 5 വരും. നമ്മളെ സെയിം ഇവിടെ T1.P യും T2.A അത് തന്നെയാണ് ഇവിടെ ഇമാജിൻ പറഞ്ഞിട്ടുള്ളത്. അഥവാ ഈ 3 കോളം സെയിം അതേപോലെ തന്നെ വരും. 10, 5, 6, 10, 5, 5, 25, 6, 3. ഇതാണ് ആക്ച്വലി നാച്ചുറൽ ജോയിൻ ആണെങ്കിൽ. പക്ഷെ ഇവിടെ ഔട്ടർ ജോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ലെഫ്റ്റ് ടേബിൾ അല്ലെ, ലെഫ്റ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഈ T1 നമ്മൾ ഫുൾ ആയിട്ട് പരിഗണിക്കണം എന്നാണ്. നമുക്ക് 10, 5 നമ്മളെ ഇതിൽ വന്നു അല്ലെ, ഈ ഒരു റോ. 25, 6 വന്നു ഈ ഒരു റോ. 10, 5 കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് 15, 8 വന്നിട്ടില്ല. അപ്പൊ ആ ഒരു റോയും കൂടെ വരുന്നു. 15, 8 ഇതിനെന്ത് വരും? നമുക്ക് ഇവിടെ നള്ള് വരും അല്ലെ. നമുക്ക് നള്ള് എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് ബ്ലാങ്ക് ആക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് പറഞ്ഞാൽ RA2. അപ്പൊ RA2 പ്രകാരം നമുക്ക് എത്ര ടപ്പിൾ ഉണ്ട്? 1, 2, 3, 4. അപ്പൊ 4 ടപ്പിളാണ് RA2 പ്രകാരം. ഇനി RA3 നോക്കാം. മൂന്നാമത്തെ കുറി. T1 നാച്ചുറൽ ജോയിൻ, T2 തന്നെയാണ്. പക്ഷെ ഇവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട്. T1.Rഉം T2.Cയും T1.Pയും T2.Aയും. അഥവാ ഈ പിയും എയും ഈക്വൽ ആണ്, അതേപോലെ ആറും സിയും. ഈ ആറും സിയും ഈക്വൽ ആണ്. അങ്ങനെയുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ നോക്കുക, ഈ 10ഉം ഈക്വൽ ആണ്. ഈ 5ഉം 6ഉം ഈക്വൽ അല്ല. അപ്പൊ ആ ഒരു റോ വരില്ല. ഈ 10ഉം ഈക്വൽ ആണ്. ഈ 5ഉം ഈക്വൽ ആണ്. സോ ആ ഒരു റോ വരും അല്ലെ. 10, 5, 5. ഓക്കെ, ഇവിടെ സോറി, ഒരു 5 മതി നമുക്ക്. പിയും എയും കൂടെ ഒന്നായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ പി ഓർ എ ആണ്. അതേപോലെ തന്നെ ആറും സിയും കൂടെ ഒന്നാണ്. സപ്പോസ് ഞാൻ 6 എടുത്തു, അങ്ങനെ 10, 5 വരും. വേറെ ഏതെങ്കിലും വരുന്നത് നോക്കാം. 15 ഇതിലില്ല. ദെൻ 25 25 ഇവിടെ വരുന്നുണ്ട്, പക്ഷെ ഈ ആറും ഈ 3ഉം സെയിം അല്ല. അപ്പൊ അതിന്റെ അർത്ഥം RA3 നമുക്ക് ആകെ എന്തേ വരുന്നുള്ളൂ? 1 വരുന്നുള്ളൂ. അപ്പൊ നോക്കുക, 3ഉം 4ഉം 1ഉമാണ് നമ്പർ ഓഫ് കപ്പിളിന്റെ എണ്ണം. ഓക്കെ, സോ ഇത് പ്രകാരം നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. 3, 4, 1. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി വരും വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ പറയാനുള്ളൊരു കാര്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഇതേപോലത്തെ സിമിലർ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 25ഓളം ക്വസ്റ്റ്യൻസ് വെറും 10 പേപ്പറിൽ മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.